ഹൈടെക് കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. പോളി ഹൗസുകൾ പോലുള്ള കാർഷിക പ്രവൃത്തികൾക്കായി കൂടുതൽ ധനസഹായങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പാരമ്പര്യ കർഷകർക്ക് ഗുണകരമാവില്ല. പാരമ്പര്യമായ കർഷകർക്കും സാധാരണ കർഷകർക്കും പ്രാപ്യമാകുന്ന ഒരു കൃഷിരീതി അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഗുണം ന്യൂനപക്ഷമായ സാമ്പത്തിക ശേഷിയുള്ള അല്ലെങ്കിൽ കോർപ്പറേറ്റുകാർക്ക് മാത്രം ഗുണകരമാകുന്ന ഒരു കൃഷി സമ്പ്രദായം ആയതുകൊണ്ട് ഇത് കേരളത്തിൽ മൊത്തം ഗുണകരമാകുന്ന ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കൂടാതെ വിള ഇൻഷുറൻസും കടമേറ്റെടുക്കലുമൊന്നും കർഷകരെ സഹായിക്കുന്നില്ല. നേരത്തെ പ്രഖ്യാപിച്ച കടാശ്വാസവും ഇൻഷുറൻസ് പദ്ധതികളുമെല്ലാം ഫലം കാണാത്തതാണ് കർഷകരെ നിരാശയിലാക്കുന്നത്. കേരളത്തിലെ കർഷകർ 70% ദേശസൽകൃത ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതുകൊണ്ട് ഈ ബജറ്റിൻ്റെ ആനുകൂല്യം ഇത്തരം കർഷകർക്ക് ലഭിക്കുന്നതല്ല. എന്നാൽ നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാതയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ വകയിരുത്തിയത് വയനാട്ടുകാർക്ക് ആശ്വസിക്കാവുന്ന ഒന്നാണ്. പ്രതീക്ഷയോടെയാണ് വയനാട്ടുകാർ ഈ പ്രഖ്യാപനത്തെ കാണുന്നത്. നഞ്ചൻകോട് വയനാട് നിലമ്പൂർ റെയിൽപാത അനുവദിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കർണാടക ഗവൺമെന്റിനെ കൂടെ ഈ പദ്ധതിയുമായി സഹകരിപ്പിക്കുകയാണ് എങ്കിൽ വരുന്ന റെയിൽവേ വോട്ട് ഓൺ അക്കൗണ്ടിൽ തന്നെ നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാത യാഥാർത്ഥ്യമാക്കാനായി സാധിക്കും. സർക്കാർ മെഡിക്കൽ കോളേജിനായി 5 കോടി രൂപ അനുവദിച്ചത് ആരോഗ്യമേഖലയിൽ പിന്നാക്കം നിൽക്കുന്ന വയനാടിന് ഗുണകരമാകും. മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.